നമ്മുടെ വീട്ടിലെ ടി വിയിൽ അഴുക്ക് പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് പൊടി പിടിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ വന്ന് പിടിച്ചിട്ടോ ഒക്കെ ആയിട്ടുള്ള അഴുക്കുകൾ ഉണ്ടാകാറുണ്ട് സ്ക്രീനിൽ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കിറ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 200 ml വരുന്നൊരു കിറ്റാണിത്. അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ ക്ലോത്ത് തന്നിട്ടുണ്ട്. വളരെ ചെറുതാണത്, എങ്കിലും അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്നതിന് നമുക്ക് കഴുകി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലോത്ത് തന്നെയാണ് വരുന്നത്. അത് ഉപയോഗിക്കേണ്ടത് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് സ്ക്രീനിൻ്റെ പുറത്താണ് ഇത് വെച്ചിരിക്കുന്നത്. ടി വി ശരിയാക്കാൻ വന്ന ഒരു ടി വി ആയിരുന്നു. അതിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയതായിരുന്നു. പോകുന്നുണ്ടോ, അഴുക്ക് പോകുന്നുണ്ടോ ഇല്ലെന്നൊക്കെ നോക്കണമല്ലോ, എന്നിട്ടല്ലേ നമുക്കിത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ക്ലീനർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൻ്റെ നടുക്കായിട്ടും വശങ്ങളിലേക്ക്, അതായത് തീരെ താഴേക്ക് പൊക്കളയരുത്, ആ ബീഡിങ്ങിനകത്തോട്ടൊന്നും ലിക്വിഡ് പൊക്കളയരുത്. നടുക്ക് കുറച്ച് ലിക്വിഡ് നമ്മളൊന്ന് സ്പ്രേ ചെയ്യുക. എന്നിട്ട് വളരെ കുറച്ച് ഒലിച്ചിറങ്ങാത്ത രീതിയിലുള്ള ഒന്ന് സ്പ്രേ ചെയ്ത് മാത്രമേ കൊടുക്കാവൂ. എന്നിട്ട് ഈ ക്ലോത്ത് വെച്ച് പതുക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക. പതുക്കെ തുടയ്ക്കാവൂ, വലിയ ബലം കൊടുത്ത് കളയരുത്. ബലം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്പ്ലേ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ, വളരെ പതുക്കെ നമ്മൾ തുടച്ചു കൊടുക്കുക. അതുകൊണ്ട് ഈ വശമൊന്നും ഞാൻ തുടച്ചിട്ടില്ല, ഈ അഴുക്കുകളൊക്കെ ഉണ്ട്. ഇത് നേരത്തെ ഉള്ള അഴുക്കാണ്. നടുക്ക് ഇവിടെ തുടച്ച സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു തുണി വെച്ച് മാത്രമേ നമ്മൾ തുടയ്ക്കാവൂ. ഇത് മുഴുവനായിട്ട് തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്, വളരെ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് ആ തുണിയിലെ അഴുക്ക് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നല്ല അഴുക്ക് ഇതിനകത്ത് പിടിച്ചിരിപ്പുണ്ട്. എന്ന് പറഞ്ഞിട്ട് ഭീകരമായിട്ടുള്ള അഴുക്കല്ല ഇതിലുണ്ടായിരുന്നത്, വളരെ കുറച്ച് അഴുക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും ആ അഴുക്കെല്ലാം ഈ തുണിയിൽ ഇങ്ങനെ പോന്നിട്ടുണ്ട്. നമുക്ക് ഈ തുണി നേരത്തെ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്ത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. എന്താ എല്ലാ സ്ഥലവും നമ്മൾ ആ ലിക്വിഡ് മൂന്ന് പ്രാവശ്യം ഞാൻ ടോട്ടൽ സ്പ്രേ ചെയ്തിട്ടുള്ളൂ. ആദ്യം കാണിച്ച ആ 3 പ്രാവശ്യം മാത്രമേ ഞാൻ സ്പ്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ അഴുക്കുകളെല്ലാം പോയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഒറ്റ പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്നും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അഴുക്കെല്ലാം പോകും. ഇത് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി.